ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, സോറി, ഞാൻ പേഴ്സണൽ റീഡിങ്സ് എടുക്കുന്നുണ്ട്. പേഴ്സണൽ റീഡിങ്സിൻ്റെ ബുക്കിങ്ങിന് നിങ്ങൾക്ക് ഈ മേലെ ഞാൻ കൊടുക്കുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പറാണ്. അതിൽ സേവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, +1 ആഡ് ചെയ്തിട്ട് വേണം. സോ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ആ നമ്പർ നോക്കി അതേപോലെ കോപ്പി ചെയ്യൂ. വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. പ്ലീസ് ഡോണ്ട് കോൾ. ഓക്കെ, കോൾ ചെയ്യുമ്പോൾ കാരണം സമയങ്ങൾ വ്യത്യാസമുണ്ട് ആൻഡ് എൻ്റെ വർക്കും ഉണ്ടാവും ഇടയിൽ. സോ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സോ എപ്പോഴും മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, ആൻഡ് ഓക്കെ, ഇന്നിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് വേറെ എന്തോ അങ്ങനെ പറയണം എന്ന് വിചാരിച്ചാണ്, എനിക്കത് വിട്ടുപോയി. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ് ആക്ച്വലി പേഴ്സണലി ഒരാൾ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ജനറൽ കൂടി അത് എടുക്കാമെന്ന് വിചാരിച്ചു. സ്പിരിച്വൽ പാത്ത്, അതായത് നിങ്ങളുടെ സ്പിരിച്വൽ ഒരു ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ. ഓക്കെ, നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് യൂണിവേഴ്സ് നിങ്ങളെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ത്രൂ നിങ്ങൾ പോവാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് അതിൽ നിങ്ങൾ മുന്നോട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എന്താണ്, എവിടെയാണ് നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഒരു സ്പിരിച്വൽ പാത്തിൻ്റെ റീഡിങ് എന്ന രീതിക്ക് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്കിവിടെ സ്പിരിച്വൽ പാത്തിനെ കുറിച്ചുള്ള ഒരു റീഡിംഗ് നോക്കാം. നിങ്ങളുടെ സ്പിരിച്വൽ പാത്ത് എന്താണ്, നിങ്ങളിപ്പോൾ എവിടെയാണതിൽ, ആൻഡ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് റൈറ്റ് വഴിയിലാണോ, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എല്ലാം നോക്കാം. ഓക്കെ, കുറച്ച് കാഴ്ച ഞാൻ എടുക്കുള്ളൂ, ബട്ട് നമുക്ക് പറയാം പറ്റുന്നത്ര. ഓക്കെ, ലെറ്റ്സ് സീ വേർ ആർ യു ഓൺ ദ സ്പിരിച്വൽ ജേർണി. 4 of discontent and boredom. Okay, 4 of cups in energy ആണ്. Recognition and reward. 3 of cups in energy. 1 passion ignited. Ace of wands energy. 5. Okay, wisdom energy ഉണ്ട് ഇവിടെ. Okay, okay. Prosperity begins again. Ace of Pentacles ആണ്. വെരി നൈസ്. ഓക്കെ, ഓക്കെ, ഷാഡോ സൈഡ് ഉണ്ട് ഇവിടെ. ഓക്കെ, സി ഇവിടെ നിങ്ങളുടെ ഷാഡോ സൈഡ് ട്രിഗറായ രീതിയിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഷാഡോ സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലത് നമ്മളുടെ ഉള്ളിലെ പേടികൾ, നിങ്ങളുടെ ഉള്ളിലെ ഫിയേഴ്സ് ആവാം, നിങ്ങൾക്ക് അവനവനെക്കുറിച്ചുള്ള ചില തിരിച്ചറിവുകൾ എന്ന് പറയാം. അതായത് തിരിച്ചറിവുകൾ വരുന്ന പോലെയാണ്. നിങ്ങൾ അവനവനെക്കുറിച്ച് എപ്പോഴും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവുന്നുണ്ട്. ഞാൻ പോരാ, അല്ലെങ്കിൽ എനിക്ക് കഴിവില്ല, എനിക്ക് ചെയ്യാൻ സാധിക്കില്ല, എന്നെ കാണാൻ പോരാ, അല്ലെങ്കിൽ എനിക്ക് കഴിവില്ല, പഠിപ്പില്ല, വോട്ടെവർ എന്ത് കാര്യങ്ങളായാലും ശരി. ഈവൻ പഠിപ്പുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവനവനിലൊരു വിശ്വാസം ഉണ്ടാവില്ല. അല്ലേ, എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന രീതിക്ക് നമുക്കൊരു വിശ്വാസം ഉണ്ടാവില്ല. പിന്നെ അഗൈൻ നമ്മുടെ പേടികൾ. ഓക്കെ, അല്ലെങ്കിൽ പാസ്റ്റ് സംഭവിച്ച ചില കാര്യങ്ങൾ അത് നമ്മൾ എപ്പോഴും ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമുക്ക് ഇനിയും അങ്ങോട്ട് സംഭവിച്ചാലോ എന്ന രീതിക്ക് ചില പേടികൾ നിങ്ങളുടെ ഉള്ളിൽ കയറി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മൾ മറ്റുള്ളവരെ മുമ്പിൽ ബോൾഡായിട്ട് നിൽക്കാൻ പറ്റാത്തത്. ഓക്കെ, അതൊരു ചില ഓരോരുത്തർക്ക് ഓരോ തരത്തിലായിരിക്കാം. സോ നിങ്ങളുടെ ഫിയേഴ്സ് ട്രിഗർ ആവുന്ന രീതിയിൽ നിങ്ങളുടെ ഷാഡോ സൈഡ് ഇവിടെ ട്രിഗർ ആയിട്ടുണ്ട് എന്ന രീതിക്കാണ്. പക്ഷേ ആ ഷാഡോ സൈഡ് ട്രിഗർ ആവുന്നത് എപ്പോഴും നിങ്ങളുടെ തന്നെ പോസിറ്റീവ് സൈഡ് കാണിക്കാൻ വേണ്ടി കൂടിയാണ്. നിങ്ങളുടെ പോസിറ്റീവ്നെസ്സിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഷാഡോ സൈഡ് ട്രിഗർ ആവുന്നത്. അത് നിങ്ങളുടെ ഫിയേഴ്സ് ട്രിഗർ ആവുന്നത്. ഓക്കെ, നിങ്ങളെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ചില കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഡിസ്കണ്ടന്റ് ആൻഡ് ബോർഡം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ബോറ് ആവുന്ന പോലെ, നിങ്ങൾ എന്ത് കാര്യം ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിലും ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവാം. നിങ്ങൾക്കൊന്നിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത പോലെ, എന്തെങ്കിലും കിട്ടിയാൽ പോലും അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത പോലെയാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാത്തിനോടും ഒരു വിരക്തി, വെറുപ്പ് എന്ന് പറയുന്നില്ല, ഒരു വിരക്തി തോന്നുക, മടുപ്പ് തോന്നുക. ഓക്കെ, ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ മുമ്പ് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഇത് നിങ്ങളുടെ പാസ്റ്റ് ആയിരിക്കും. ഓക്കെ, കുറച്ച് മുമ്പത്തെ കാര്യമായിരിക്കും പറയുന്നത്. സോ അങ്ങനെയുള്ള ഒരു ലെവലിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഇത് നിങ്ങളുടെ ഷാഡോ സൈഡ് ട്രിഗർ ആവുന്നതുകൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് തോന്നുന്നത്, എന്തെങ്കിലും ചിലപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. ഓക്കെ, ആ ആഗ്രഹിച്ചത് നേടാൻ സാധിച്ചില്ല എന്നൊരു നമ്മൾ സ്വയം നമുക്കതൊരു നിരാശ തോന്നുക, അങ്ങനെയാവാം. ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, അതിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സിനെ നമ്മൾ കുറേ കുറ്റപ്പെടുത്തും. എന്നിട്ട് എനിക്ക് വേണ്ടതൊന്നും എനിക്ക് തന്നില്ല, എന്താ എന്നോട് ഇങ്ങനെ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അല്ലേ, സോ ഇവിടെ ആ രീതിക്ക് ഒരു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാത്തിനോടും ഒരു ഇത് തോന്നുന്നില്ല, എനിക്ക് പിന്നെ ഒന്നുമില്ല എൻ്റെ ലൈഫിൽ നല്ലത് എന്നൊക്കെ തോന്നാൻ തുടങ്ങും. അത്തരത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ആൻഡ് അതുമൊക്കെ നിങ്ങളുടെ ഷാഡോ സൈഡുമായിട്ട് കണക്റ്റഡ് ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ചില റെക്കഗ്നീഷൻ റിവാർഡ്സ് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ അതായത്
മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം, ഇത് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ദറ്റ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും, ദറ്റ് എന്നെ ഒന്ന് തിരിച്ചറിയണം എല്ലാവരും, ഓക്കെ, എന്നെ ഒന്ന് മനസ്സിലാക്കണം എല്ലാവരും, എനിക്ക് ഞാൻ ചെയ്തതിൻ്റെയൊക്കെ ഒരു എഫേർട്ടിന് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണം, മറ്റുള്ളവർ മുമ്പിൽ എനിക്കൊന്ന് നമ്മളെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്കൊരു അപ്രിസിയേഷൻ കിട്ടുന്നത് എല്ലാം നമ്മൾ ആഗ്രഹിച്ചു പോകും. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കാം ഇത്. ആൻഡ് ഇവിടെ എവിടെയോ നിങ്ങളുടെ ആക്ച്വലി ഇതിനു വേണ്ടി ഇപ്പം നിങ്ങൾ ശ്രമിക്കാൻ തുടങ്ങുന്നുണ്ട് എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ഈ ഷാഡോ സൈഡ് ട്രിഗർ ആയ ശേഷം നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റിയെടുക്കാൻ തുടങ്ങുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന പോലെയാണ്. ഇപ്പോൾ നിങ്ങൾ കരുതുന്ന നിങ്ങൾക്കൊരു എവിടെയോ ഇതിൽ നിന്ന് പുറത്ത് വന്ന പോലെയാണ് ഈ ഒരു ഷാഡോ സൈഡ്. ഞാൻ പറഞ്ഞു, ഇതിൽ നിങ്ങളുടെ ഷാഡോ സൈഡ് ട്രിഗർ ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവ് വശത്തിലേക്ക് വരാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾ തിരിച്ചറിയുന്ന പോലെയാണ്, ഓക്കെ, എൻ്റെ കഴിവുകൾ എന്താണ്, ഓക്കെ, ഞാൻ അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യട്ടെ, അതിനെ ഞാൻ മുന്നോട്ടൊന്ന് ഡെവലപ്പ് ചെയ്യട്ടെ എന്ന രീതിക്ക് ചിന്തിക്കുന്ന പോലെയാണ്. ഞാനിവിടെ നിങ്ങളത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കിവിടെ റെക്കഗ്നീഷൻ വരുന്നതായിട്ടാണ് കാണുന്നത്. ആക്ച്വലി എവിടെയോ സ്പിരിച്വൽ സ്ട്രെങ്ത് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് സ്ട്രെങ്ത് തന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയുണ്ട് ഒരാളെ, അല്ലേ? സോ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നത്, ഓക്കെ, ഈ നിരാശയിലിരുന്നത് മതി എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡ്സ് വരും എന്നാണ് പറയുന്നത്. നിങ്ങളെ മറ്റുള്ളവർ മാനിക്കും, മറ്റുള്ളവർ തിരിച്ചറിയും, നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയും, നിങ്ങളുടെ എഫേർട്സിന് തിരിച്ചറിയും. ഓക്കെ, നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടാൻ തുടങ്ങും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈവൻ എന്തെങ്കിലും ജയിക്കുന്ന കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും എഫേർട്ടൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സാം കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലിയിൽ ശ്രമിച്ചു, വട്ടെവർ, ജോലിയിൽ എന്തെങ്കിലും നിങ്ങളുടെ പ്രോജക്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും എടുത്ത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്കൊരു സക്സസ് വരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അതിനുള്ള റെക്കഗ്നീഷൻ കിട്ടും. ഓക്കെ, മറ്റുള്ളവർ നിങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങും. ഓക്കെ, ജയിക്കുന്ന രീതിക്ക് കാണുന്നുണ്ട്, റിവാർഡ്സ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനിവിടെ പാഷൻ ഇഗ്നൈറ്റഡ്. ഓക്കെ, നിങ്ങളോട് ഒരു കാര്യം ഇത് നിങ്ങളോട് പറയുന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഇപ്പോൾ തൽക്കാലം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ആ ഫയർ, നിങ്ങളുടെ ഉള്ളിലെ പാഷൻ, ഓക്കെ, അത് പുറത്തു വരട്ടെ എന്നാണ് പറയുന്നത്. ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ടാവും. ഇപ്പോൾ വളരെയധികം നിങ്ങൾ ക്രിയേറ്റീവ് ആവാൻ തുടങ്ങുന്നുണ്ടാവും. ക്രിയേറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഴിവുകൾ നിങ്ങൾ അതിനെ യൂസ് ചെയ്യുക, അതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് നിങ്ങൾ ഈവൻ ചിലപ്പോൾ നിങ്ങളുടെ ടാലൻസ് ആയിരിക്കും കേട്ടോ, എന്തെങ്കിലുമൊക്കെ ടാലൻസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. വിസ്ഡം കാണുന്നുണ്ട്. നമ്മൾ ഈ ഒരു പീരീഡിന് നമ്മുടെ ഷാഡോ സൈഡ് ട്രിഗർ ആവുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫിയേഴ്സ് അതിനെയൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ, ഓക്കെ, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെയാണ്. ഇത് പഠിപ്പ് ബുക്കിൻ്റെ നോളജ് മാത്രമല്ല, നമ്മൾ പറയുന്നത് നമ്മുടെ വിവേക ബുദ്ധിയാണ് പറയുന്നത്. നമുക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നതല്ല, നമ്മൾ അനുഭവിച്ച് മനസ്സിലാക്കുന്നത്, അത് വേറെയാണ്, അല്ലേ? സോ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ പ്രോസ്പെരിറ്റി തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആൻഡ് നിങ്ങളുടെ അറിവും നോളജും നിങ്ങളുടെ ജീവിതാനുഭവങ്ങളും ഒക്കെ നിങ്ങളെ വളരെയധികം സഹായിക്കും മുന്നോട്ട് പോകാൻ. ആൻഡ് അതിൽ അങ്ങനെ നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ, എഫേർട്സ് നിങ്ങൾ ഇട്ട് തുടങ്ങുമ്പോൾ, അഗൈൻ ഇത് റെക്കഗ്നീഷനും ഉണ്ട്, പ്രോസ്പെരിറ്റിയും ഉണ്ട്. നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുക, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രൊമോഷൻ, ഗ്രോത്ത്, അങ്ങനത്തെ കാര്യങ്ങൾ. ആൻഡ് ഇവിടെ പ്രോസ്പെരിറ്റി ഉണ്ട്. സോ ഫൈനാൻഷ്യലി നിങ്ങൾ ഗ്രോ ചെയ്യുന്ന പോലെ, ഫൈനാൻഷ്യലി മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്താലും അതിലെല്ലാം ഗ്രോത്ത് കാണുന്ന പോലെയാണ്. അതിൽ നിങ്ങൾക്കെല്ലാം ബെനിഫിറ്റ് കിട്ടി തുടങ്ങുന്ന രീതിക്കാണ്. ഇതുവരെ ചിലപ്പോൾ നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടാവില്ല, ഇതുവരെ നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടാവില്ല, ബട്ട് ഇനി മുന്നോട്ട് നിങ്ങൾക്കത് കിട്ടും എന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. എൻ്റെ എവിടെയോ നിങ്ങളുടെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിക്കുകയാണ്, നിങ്ങൾ യൂണിവേഴ്സായിട്ട് കൂടുതൽ കണക്ട് ആവുന്നുണ്ട്. ഓക്കെ, let's see. Solar plexus chakra, yes, കോൺഫിഡൻസിൻ്റെ കാര്യം. സ്പിരിച്വൽ യൂണിയൻ കാണുന്നുണ്ട്, വെരി നൈസ്. ഇൻറ്റ്യൂഷൻ, ഓക്കെ. പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് കാണുന്നുണ്ട്, ഓക്കെ. വൺ മോർ തിങ്, ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്. അഗൈൻ സിമിലർ എനർജിയാണ് വരുന്നുണ്ടോ ഇവിടെ. നിങ്ങൾ സ്വയം ഒരു ബാലൻസിലേക്ക് വരുന്ന പോലെ, ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾ ചെയ്യുന്ന അതാണ്. ആൻഡ് ആക്ച്വലി പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ തുടങ്ങും ദാറ്റ് കാര്യങ്ങളെല്ലാം ഫാസ്റ്റായിട്ട് മുന്നോട്ട് നീങ്ങുന്ന പോലെ. ഓക്കെ, നിങ്ങൾ സ്റ്റക്കായിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ നിന്നിരുന്നു, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം മുന്നോട്ട് നീങ്ങാൻ തുടങ്ങും. ആൻഡ് ഇവിടെ ബാലൻസ് കാണുന്നുണ്ട്. സോ നിങ്ങൾ എവിടെയോ അവനവനെ ആക്ച്വലി ബാലൻസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡ്, നിങ്ങളുടെ ഇമോഷണൽ സൈഡ് നിങ്ങൾ ബാലൻസ് ചെയ്യുന്ന തരത്തിലാണ് എനിക്ക് കാണുന്നത്. സോ ഇവിടെ അതായത് ഇമോഷണലായിട്ട് നിങ്ങൾ ഇരുന്നത്, ഓക്കെ, നിങ്ങൾ അവനവൻ പോരാ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ ഒരുപാട് ഇമോഷണലി ചിന്തിച്ചിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടാതെയൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഒരുപാട് ഇമോഷണലി ഡൗൺ ആയി പോയിട്ടുണ്ട് മുൻപ്. ഓക്കെ, ബട്ട് ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, ഇല്ല, ഓക്കെ, ഞാൻ ഈ പ്രാക്ടിക്കലായിട്ട് കൂടി കാര്യങ്ങളെ കാണാൻ പഠിക്കണം. ഇനി ഞാനിങ്ങനെ ഇമോഷണലായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, ഓക്കെ, എൻ്റെ കയ്യിലുള്ളതിനെ വെച്ച് ഞാൻ മുന്നോട്ട് നീങ്ങട്ടെ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്ന പോലെയാണ്. സോ അതിനിവിടെ
നഷ്ടപ്പെട്ടത് എന്ത് തന്നെയായാലും അതൊരു പാഠമായിട്ട് എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് പാസ്റ്റിൽ ഇത് തിരിഞ്ഞു നോക്കുന്ന പോലെയാണ്, പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. ഓക്കെ, സോ പാസ്റ്റിലുണ്ടായ സംഭവങ്ങൾ നമുക്ക് ലെസൺസ് ആണ്, പാഠങ്ങളാണ്, അതൊരു വിസ്റ്റമാണ് അല്ലേ, നമുക്കതൊരു അറിവാണ് നമുക്ക് കിട്ടുന്ന. ആ വിവേകം അത് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്ന പോലെയാണ്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ സോളാർ പ്ലെക്സസ് ചക്ര മെയിൻലി നമ്മൾ കോൺഫിഡൻസിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു കറേജിനെ കുറിച്ചൊക്കെ പറയാം, ധൈര്യം അങ്ങനത്തെ കാര്യങ്ങൾ പറയാം. സോ ഇവിടെ നിങ്ങളത് വന്നു തുടങ്ങി. ആക്ച്വലി ഇവിടെയും യെല്ലോ ഉണ്ട് കണ്ടോ, ഇതൊരു യെല്ലോയിഷ് ഫീലാണ് ഇവിടെ വരുന്നത് കൂടുതലും. സോ ആ യെല്ലോ കളർ നിങ്ങൾ ആക്ടിവേറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര, നമ്മുടെ തേർഡ് ചക്ര, നമ്മുടെ വയറിൻ്റെ കുറച്ച് മേലെയായിട്ട് എന്ന് പറയും. ഓക്കെ, ആ സോളാർ പ്ലെക്സസ് ചക്ര കോൺഫിഡൻസിൻ്റെ ആണത്, യെല്ലോ കളറാണ് നമ്മൾ പറയുക എപ്പോഴും അതിന്. അത് വെച്ചാൽ നമ്മുടെ പോസിറ്റിവിറ്റി, നമ്മുടെ കോൺഫിഡൻസ് എല്ലാം ഒരു യെല്ലോ കളർ, ബ്രൈറ്റ് യെല്ലോ കളറാണ്. സോ അത് നിങ്ങളുടെ ആക്ടിവേറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, ആ കോൺഫിഡൻസ് വരാൻ തുടങ്ങി. സോ എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ്, നമ്മൾ ഒരുപാട് വേദനകളും വിഷമങ്ങളും കാര്യങ്ങളും അനുഭവിച്ച് നമ്മൾ പറയില്ലേ, ബ്ലൂ കളർ പറയുമ്പോൾ നമ്മൾ ഒരു ഫീലിംഗ് ബ്ലൂ എന്ന് പറയും. അതായത് നമ്മൾ ഒരു എങ്ങനെ ഇത് മലയാളത്തിൽ ഇതിനെന്താ പറയാന്നറിയില്ല, ഒരു സാഡ്നെസ്സിൻ്റെ കളറാണത്, സാഡ്നെസ് എനർജിയാണിത്. ഓക്കെ, അതിൽ നിന്ന് പുറത്ത് വന്ന് നിങ്ങൾ ആ യെല്ലോ കളറിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഒരു സണ്ണിൻ്റെ എനർജി നിങ്ങൾ സങ്കല്പിക്കുക. ആ സണ്ണിൻ്റെ എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് പോസിറ്റിവിറ്റി, കോൺഫിഡൻസ്, സന്തോഷം എല്ലാം വരുന്ന രീതിക്കാണ്, സക്സസ്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ അത് ആക്ടിവേറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ വളരെയധികം ബോൾഡായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് അത് തന്നെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഓക്കെ, യെസ്, നമ്മൾ കരിയറിൽ ഗ്രോത്ത്, ഫൈനാൻഷ്യൽ ഗ്രോത്ത് എല്ലാം കാണുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് പറ്റിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഓക്കെ, ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്, നമ്മുടെ 2 of Cups എനർജിയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി, നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, അതിപ്പോൾ അഗെയിൻ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ 2 of Cups എനർജി സോൾമേറ്റിൻ്റെ നമ്മൾ ഫ്രണ്ടും ആവാം. ഓക്കെ, നല്ല ബന്ധങ്ങളാവാം, ഫാമിലി മെമ്പേഴ്സ് ആവാം, ആരും ആവാം. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ, ഈവൻ ഒരു ബിസിനസ് പാർട്ട്ണർ ആവാം, എന്തുമാവാം. ഓക്കെ, നിങ്ങൾക്ക് വളരെയധികം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, നിങ്ങളെ കൂടി ഗ്രോത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തി ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്നാണ് കാണുന്നത്. ഓക്കെ, അങ്ങനത്തെ വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങൾക്ക് നല്ലത് ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. നിങ്ങളത് അട്രാക്റ്റ് ചെയ്യുകയാണ്, ബിക്കോസ് ഇപ്പം നിങ്ങളുടെ ആ കോൺഫിഡൻസ് അങ്ങനെയാണ് നിൽക്കുന്നത് നിങ്ങൾ. സോ അത് നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നതാണ്. എല്ലാം ലൈക്ക് ബ്ലെസ്സിങ്സ് ആയിട്ട് വരുന്നു എന്ന് കണക്കാക്കിക്കോളൂ. ഞാനിവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ ഹൈ ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് പവേഴ്സ് നിങ്ങളുടെ കൂടുന്നുണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സുമായിട്ട് അഗൈൻ ആ കണക്ഷൻ വരുന്നതിൻ്റെയാണ്, ആ സ്പിരിച്വൽ ഗ്രോത്തിൻ്റെയാണ് ഇതൊക്കെ കാണുന്നത്. ആ ഇൻറ്റ്യൂട്ടീവ് പവേഴ്സ് നിങ്ങളുടെ കൂടുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അറിയും, യെസ് നല്ലത് വരാൻ പോകുന്നു എന്നറിയും. എന്തെങ്കിലും പ്രശ്നം വരാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് വാൺ ചെയ്യും, ഇത് ശരിയല്ല, ഇത് തെറ്റാണ്, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട, ഇവിടെ ഈ വഴിക്ക് പോകണ്ട എന്ന രീതിയിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയും. ഓക്കെ, അതുപോലെ എന്തെങ്കിലും വരാൻ പോകുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കൂ എന്നുള്ള വാർണിംഗ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും. ഓക്കെ, അതേപോലെ തന്നെ എന്തെങ്കിലും നല്ലത് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് പവർ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ശരിക്കും ഇൻറ്റ്യൂട്ടീവ് പവേഴ്സ് കൊണ്ട് തന്നെ നിങ്ങളെല്ലാം പലതും നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യും എന്ന് പറയാം. പാർട്ട്ണർഷിപ്പ് ആൻഡ് അലയൻസസ് ആൻഡ് സീക്രട്ട് യൂണിയൻ രണ്ടും കാണുന്നുണ്ട്. ഓക്കെ, സോ കുറച്ച് പേർക്ക് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പാർട്ട്ണർ, മാരേജ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് അഗൈൻ ഞാൻ സോൾമേറ്റ് കണക്ഷൻ കാണുന്നുണ്ട്. സോ ഫ്രണ്ട്സ് ആവാം, എന്തും ആവാം, ഈവൻ ഒരു ലൈഫ് പാർട്ട്ണറും ആവാം. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ് ആവാം. സോ അങ്ങനെ ഇത് 2 കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. സോ യെസ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന പോലെയാണ്. സോ ഇവിടെ ബിസിനസ്സിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം. ഇത് 3 of Pentacles എനർജിയാണ് വരുന്നത്. സോ മേ ബി നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ കൂടെ നിൽക്കാൻ ഉള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ആൻഡ് ഇവിടെ അഗൈൻ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ് ആണ് കാണുന്നത്, സക്സസ് ആണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഈവൻ നിങ്ങളുടെ വീടൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ജീവിതം, 4 of Wands എനർജിയാണിത്. ഓക്കെ, നിങ്ങൾക്ക് ജോലിയിൽ, കരിയറിൽ സക്സസ്, അല്ലെങ്കിൽ ഫാമിലിയിൽ സക്സസ്, അല്ലെങ്കിൽ മാരേജ് നടക്കുക, അല്ലെങ്കിൽ ഒരു ബിസിനസ്സൊക്കെ വളരെ നന്നായിട്ട് ബിസിനസ്സൊക്കെ മുന്നോട്ട് പോവുക, ശരിക്കും ഒരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ആ രീതിക്കൊക്കെ എടുക്കുക, ഒരു ഓഫീസ് എന്ന് കണക്കാക്കിക്കോളൂ, ഒരു വീട്, അങ്ങനത്തെയുള്ള കാര്യങ്ങളാണ്. സോ നിങ്ങളുടെ ഫൗണ്ടേഷൻ തന്നെ ഓക്കെ നിങ്ങൾക്ക് ശരിയാവാൻ തുടങ്ങും, സ്റ്റേബിൾ ആവാൻ തുടങ്ങും നിങ്ങൾക്ക്. ആൻഡ് അച്ചീവ്മെൻറ്റ്സ് നിങ്ങൾക്ക് വരുന്നു എന്ന് പറയുന്നത് അച്ചീവ്മെൻറ്റ്സ് 2 കാർഡ് ഉണ്ട് ഇവിടെ. സോ യെസ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സ് പല ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. ആക്ച്വലി നിങ്ങൾ അങ്ങോട്ടാണ് എത്തിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒരു ലൈഫിൻ്റെ ഒരു പോയിന്റിൽ നിങ്ങൾ തോന്നിക്കാണാം ദാറ്റ് ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങൾക്കൊന്നും വരുന്നില്ല, നിങ്ങൾക്ക് നല്ലതൊന്നും നടക്കുന്നില്ല, നിങ്ങൾക്ക് മാത്രം എല്ലാം ലോസ് ആണ് എന്നൊക്കെ നിങ്ങൾ ഒരിക്കൽ ചിന്തിച്ച് കാണും. ബട്ട് യൂണിവേഴ്സ് നിങ്ങളെ ഇങ്ങോട്ട് എത്തിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളിൽ ഈ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളിൽ ഈ കോൺഫിഡൻസ് വന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളെ ലൈക്ക് അനുഭവിച്ച എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ലെസൺസ് പഠിച്ച് നിങ്ങൾ അതിനെ മുന്നോട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ ഈ
ഇതെല്ലാം നിങ്ങൾക്ക് വരും, എല്ലാം നിങ്ങൾക്ക് വരും. ഓക്കെ, ആ സ്പിരിച്വൽ എന്ന് വെച്ചാൽ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കോടീശ്വരന്മാരാവും അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത്, നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. ഓക്കെ, ആൻഡ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നതും ഇതാണ്, നിങ്ങൾക്ക് ലൈഫ് സ്റ്റേബിൾ ആവണം, നിങ്ങൾ സ്റ്റേബിൾ ആവണം, നിങ്ങളൊരു ബാലൻസിൽ നിൽക്കണം എന്ന രീതിക്കാണ് യൂണിവേഴ്സ് ചിന്തിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ നോക്കിയപ്പോഴാണ് 4 ഉണ്ട്, 3 2 1 1. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാനൊന്നിങ്ങനെ നോക്കിയതാണ്. ഇവിടെ 9 നമ്പർ ഉണ്ട്. സോ യെസ്, ഇത് മോർ കോൺസെൻട്രേറ്റഡ്. ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പാർട്ട്ണർഷിപ്സിനെ കുറിച്ച് കൂടുതൽ കാണുന്നുണ്ട്, സ്പിരിച്വൽ ഗ്രോത്തിനെ കുറിച്ച് കൂടുതൽ കാണുന്നുണ്ട്, ആൻഡ് ന്യൂ ബിഗിനിങ്സ്. യെസ്, ഡെഫിനറ്റ്ലി പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് 9 എൻഡിങ്ങിനെ കുറിച്ച്. യെസ്, ചില കാര്യങ്ങൾ അവസാനിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, അതുമാണ്. ആൻഡ് 5 ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. ഇത് 5 പെൻറ്റിക്കിൾസിൻ്റെ എനർജി ആയിട്ട് നമുക്ക് എടുക്കാം. നിങ്ങൾ തനിച്ചായി പോയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു, ലോസ് വന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ലോസൊക്കെ നിങ്ങൾക്ക് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ ലൈഫിൽ നിന്ന് വിട്ട് കളയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചില കാര്യങ്ങൾ നമ്മളെന്തോ പഠിക്കാനുണ്ട് പാസ്റ്റിൽ നിന്ന് എന്നാണ് അർത്ഥം. ഓക്കെ, ആൻഡ് ഇവിടെ മാറ്റം വരുന്ന രീതിയിലാണ്. ഇവിടെ 8ഉം 9ഉം ഒക്കെ ഉണ്ട് ഇതിൽ ഈ ഡെക്കിൽ കേട്ടോ, പക്ഷെ അതൊന്നും വന്നിട്ടില്ല. നമുക്ക് വന്നത് മുഴുവൻ 3 4 2 1 2 3 4 ആണ്. ശരിക്കും പറഞ്ഞാൽ 1 ഉണ്ട്, 2 കൂടുതലുണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. സോ ലൈക്ക് 1 2 3 4 നിങ്ങളുടെ ഒരു ഗ്രോത്തിൻ്റെ സ്റ്റേജസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വെരി നൈസ്. ഓക്കെ, നമ്മൾ ഈ നമ്പേഴ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ മാറ്റർ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ജസ്റ്റ് അതെൻ്റെ കണ്ണിപ്പെടുകയും ചെയ്തത്. വേറെ 8ഉം 9ഉം ഒന്നും കാണാനില്ല എന്ന് വിചാരിച്ചു ഞാൻ. 6 7 ഒന്നും കാണാനില്ല. ഓക്കെ, നിങ്ങളുടെ ഗ്രോത്തിൻ്റെ സ്റ്റേജസ് ആണിത്. ഫസ്റ്റ് സ്റ്റെപ്സ് നിങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നു എന്ന രീതിക്ക് ചിന്തിച്ചോളൂ. ഓക്കെ, സോ യെസ്, നിങ്ങൾ സ്പിരിച്വൽ പാത്തിൽ നിങ്ങളെ യൂണിവേഴ്സ് നയിക്കുന്നത് നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് സക്സസ്സും കാര്യങ്ങളും എല്ലാം തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, സൈലൻസ് ഇസ് ബെറ്റർ, ട്രസ്റ്റ്. ഓക്കെ, നെഗറ്റിവിറ്റി, ഹീലിംഗ്, വെരി ഗുഡ്. വേറെന്താ മെസ്സേജസ് നിങ്ങൾക്ക്? പോസിറ്റീവ്. ഓക്കെ, നെഗറ്റിവിറ്റി, പോസിറ്റിവിറ്റി. ആൻഡ് ഫെദർ കാണുന്നുണ്ട്, വെരി നൈസ്. എക്സ്പെക്റ്റേഷൻസ്, ഓക്കെ മതി. മിറക്കിൾ, യെസ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളിതൊന്നും പ്രതീക്ഷിക്കുന്ന പോലും ഉണ്ടാവില്ല. ഓക്കെ, വർക്ക് വൈസും കാണുന്നുണ്ട്, നല്ലത്. ഓക്കെ, നിങ്ങളൊന്നും ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന തന്നെ ഉണ്ടാവില്ല. നിങ്ങൾ ഇപ്പോഴും മേ ബി ആ നിരാശയിൽ ഇരിക്കുകയായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ ഇപ്പോഴും ആ പാസ്റ്റിൽ കഴിഞ്ഞ കാര്യങ്ങൾ, നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ. പക്ഷേ ഈ ഒരു പോയിന്റ് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്യും ദാറ്റ് എന്തിനായിരുന്നു എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയും. ഓക്കെ, ഒരു മിറക്കിൾ സംഭവിക്കും നിങ്ങളുടെ ലൈഫിൽ എന്ന രീതിക്ക് തന്നെയാണ്. ആൻഡ് ഇവിടെ ഈ 2 കാർഡും നോക്കിക്കോളൂ. നെഗറ്റിവിറ്റി, പോസിറ്റിവിറ്റി, അതേ കാർഡ്സാണ് നമുക്ക് ഇവിടെ വന്നത്. നെഗറ്റീവ്, പോസിറ്റീവ്. യെല്ലോ, സണ്ണിൻ്റെ കളർ, സൺഫ്ലവർ. ഓക്കെ, സണ്ണിൻ്റെ എനർജി, യെല്ലോ എനർജി. ഓക്കെ, കോൺഫിഡൻസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത്. സോ യെസ്, നിങ്ങളെ നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരികയാണ് യൂണിവേഴ്സ് ഇപ്പോൾ. നിങ്ങൾക്ക് സക്സസ് എടുത്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സക്സസ് ഇസ് വെയിറ്റിംഗ് ഫോർ യു. ഓൺലി തിങ് ഈസ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ആ ഒരു കോൺഫിഡൻസ് കൊണ്ടുവരിക, ആക്ഷൻസ് എടുക്കാൻ തയ്യാറാവുക, ആൻഡ് ചിലത് മനസ്സിലാക്കുക. നിങ്ങൾ ഇടേണ്ട എഫേർട്ട് നിങ്ങൾ ഇടാം. ഓക്കെ, ആൻഡ് ഇവിടെ ട്രസ്റ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യൂ. നിങ്ങൾ വീഴാൻ പോയാൽ നിങ്ങളെ പിടിക്കാൻ ആളുണ്ട് എന്നാണ് പറയുന്നത്. അത് വേറെ ആരുമല്ല. ഓക്കെ, വേറെ ആരും എന്ന രീതിക്ക് നിങ്ങൾ സങ്കല്പിക്കേണ്ട. എക്സ്പെക്ടേഷൻസ് വെക്കേണ്ട, ആരിൽ നിന്നും ഒരു എക്സ്പെക്ടേഷൻ വെക്കേണ്ട. നിങ്ങളുടെ ജീവിതത്തിലുള്ള ആരിൽ നിന്നും നിങ്ങൾ ഒരു എക്സ്പെക്ടേഷൻ വെക്കേണ്ട. പക്ഷേ യൂണിവേഴ്സ് ഉണ്ടാവും. ഓക്കെ, യൂണിവേഴ്സ്, ദൈവം, നിങ്ങൾ ആരെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു, ഏഞ്ചൽസോ എന്താണെന്ന് വെച്ചാൽ ഓക്കെ, അവർ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളെ പിടിക്കാൻ അവരുണ്ട്. ഓക്കെ, ഡോണ്ട് വറി, നിങ്ങൾ ഒരിക്കലും വീഴില്ല. ഹീലിംഗ് കാണുന്നുണ്ട്. സോ ഇതെല്ലാം നിങ്ങളെ ഹീൽ ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിനെ ഹീലിംഗ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഹീലാവുന്നു എന്ന രീതിക്കാണ്. എൻ്റെ ഇവിടെ ഗ്രീൻ കളർ നമുക്ക് കുറച്ച് മണി രീതിയിലെടുക്കാം. ഓക്കെ, സോ യെസ്, മണി, പ്രോസ്പെരിറ്റി, അബണ്ടൻസ് എല്ലാം നിങ്ങൾക്ക് വരാൻ പോകുന്നു. ഫെദർ സയൻസ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവാം. ഓക്കെ, ഫെദർ കിട്ടുന്നുണ്ടാവും പെട്ടെന്ന്, നിങ്ങൾ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എപ്പോഴും പുറത്തുനിന്ന് ഇങ്ങനെ കിട്ടുന്നതല്ല. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തുനിന്ന്, നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സ്ഥലത്ത് നിന്ന്, റോഡിൻ്റെ നടുവിൽ ചിലപ്പോൾ പെട്ടെന്ന്. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ലൈക്ക് വീടിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ, അവിടെ എങ്ങനെയാണ് ഫെദർ വരിക അല്ലേ? സോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ എവിടെയെങ്കിലും പെട്ടെന്ന് കാണുന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് സർപ്രൈസ് ആയിട്ട് എടുക്കേണ്ടത്. ആൻഡ് യെസ്, നിങ്ങൾ ആരിൽ നിന്നും ഒരു എക്സ്പെക്ടേഷൻ വെക്കേണ്ട എന്ന രീതിക്കാണ്. ഞാനിവിടെ ഓക്കെ, എനിവേ ഞാനത് കൂടുതൽ ഇതാക്കുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ലൈഫിൻ്റെ പാത്തിൽ ഓക്കെ, നിങ്ങളിപ്പോൾ ഇതിൽ എവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കാം. ഓക്കെ, നിങ്ങൾ ഈ ഒരു കോൺഫിഡൻസ് നിങ്ങൾ ഗെയിൻ ചെയ്യാൻ തുടങ്ങിയോ, അതോ ഇപ്പോഴും ഈ നിരാശയിലാണോ ഇരിക്കുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പിലാണോ നിങ്ങളിപ്പോഴും ഇരിക്കുന്നത്? എന്നാൽ തുടങ്ങാറായി. ഓക്കെ, സ്റ്റാർട്ട്.
സ്റ്റാർട്ട് ഡൂയിങ്. ഓക്കെ, സ്റ്റാർട്ട് ചേഞ്ചിങ്. ഓക്കെ, പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ തുടങ്ങുക, നിങ്ങളെ തന്നെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ തുടങ്ങുക, നിങ്ങൾ ആരാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, സെൽഫ് ലവിലേക്ക് വരിക. ഓക്കെ, അങ്ങനെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്തു വരുമ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, നിങ്ങളെ സക്സസ്സിലേക്ക് എത്തിക്കും, നിങ്ങളെ അച്ചീവ്മെൻറ്റ്സ് നിങ്ങൾക്ക് എത്തിക്കും എന്ന രീതിയിലാണ്. ഓക്കെ, സോ ബി പോസിറ്റീവ്. ഓക്കെ, സ്റ്റേ പോസിറ്റീവ്, ബി ഹാപ്പി. യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.